നിങ്ങൾക്ക് പേടിയുണ്ടെങ്കിൽ വികസനത്തെ കുറിച്ച് ചർച്ച ചെയ്യുക. BJP എന്നെ തോൽപ്പിക്കണമെങ്കിൽ ഈ വികസന മത്സരത്തിൽ നിങ്ങളുടെ ഒരു കാഴ്ചപ്പാട് മുമ്പോട്ട് വയ്ക്കുക. ഈ നുണ പറഞ്ഞ് മുസ്ലിം വോട്ട് പിടിക്കാനും ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കാൻ ഈ രാഷ്ട്രം ഇനി ഇവിടെ നടക്കില്ല, അത് നടക്കാൻ സമ്മതിക്കില്ല എന്ന് BJP പറയാൻ ആഗ്രഹിക്കുന്നു. എല്ലാം ശരിയാവും എന്ന വാഗ്ദാനം കൊടുത്ത് മാൻഡേറ്റ് കിട്ടിയ പാർട്ടിയായിരുന്നു CPM. ഒന്നും ശരിയായില്ല. പക്ഷേ ഓരോരോ കൊല്ലം 10 കൊല്ലത്തിൽ ഈ ബഡ്ജറ്റിന്റെ സമയത്ത് ഡിമാൻഡ് ഫോർ ഗ്രാന്റ്സ് വരുമ്പോൾ പ്രതിപക്ഷ പാർട്ടി എന്തെങ്കിലും പറഞ്ഞോ? കഴിഞ്ഞ 10 കൊല്ലം ഞാൻ വായിച്ചു പഠിച്ചിട്ടുണ്ട്. ഒരു ചുക്കും പറഞ്ഞില്ല. ഞാനൊരു വിഡ്ഢിയാണോ? നോക്കൂ. അല്ല, നിങ്ങൾ എന്നെ കാണുമ്പോൾ ഒരു വിഡ്ഢിന്റെ ഒരു സൈൻ എന്തെങ്കിലും അവിടെ. CPM-ഉം കോൺഗ്രസും അവർക്ക് പേടി വരാൻ തുടങ്ങിയിട്ടുണ്ട്, ഒരു ഭയം വന്നിട്ടുണ്ട് എന്ന് അതിൽ ഒരു സംശയം ഞങ്ങൾക്കില്ല. അതിന്റെ കാരണം എന്താണെന്ന് കുറച്ച് നമ്മളെല്ലാവരും ആലോചിച്ചാൽ, ഞങ്ങള് 7-ാം തീയതി മാർച്ച് മുതൽ തുടങ്ങിയ ഒരു ക്യാമ്പയിൻ ആയിരുന്നു. CPM കോൺഗ്രസ് രണ്ടല്ല, ഒന്നാണ്. അത് ഔട്ട്ഡോർ ക്യാമ്പയിനും ഡിജിറ്റൽ ക്യാമ്പയിൻ വഴി നന്നായി ആ ക്യാമ്പയിൻ വൈറലാവുന്ന സമയത്താണ് കഴിഞ്ഞ 3 ദിവസം ആയി നമ്മൾ കാണുന്നത്. കോൺഗ്രസ് പറയുന്നു CPM BJP-ന്റെ B ടീമാണ്. CPM പറയുന്നു കോൺഗ്രസ് BJP-ന്റെ B ടീമാണ്. അപ്പോ ഇതിന്റെ പിന്നിൽ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. 2 കാര്യങ്ങളാണ് ഇതിന്റെ പിന്നിൽ. ഒന്ന്, ഈ രണ്ടല്ല ഒന്നാണ് എന്ന് ജനങ്ങൾ അക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങി, മനസ്സിലാക്കാൻ തുടങ്ങി. അതിന്റെ ഉദാഹരണം ഞങ്ങൾ മുമ്പോട്ട് വെച്ച ഉദാഹരണം ശബരിമല കൊള്ള, ജമാഅത്തെ ഇസ്ലാമിന്റെ ഒപ്പം രാഷ്ട്രീയം, പിന്നെ വികസനമില്ലായ്മ, അഴിമതി. CPM-ന് പോകുന്ന മുസ്ലിം വോട്ടിനെ എങ്ങനെയെങ്കിലും പിടിക്കാൻ CPM BJP-ന്റെ B ടീമാണെന്ന് പ്രചരിപ്പിക്കാം. മറുവശത്തൊരു CPM ഉണ്ടല്ലോ. CPM-ഉം കോൺഗ്രസിന്റെ ഒരു മിനി വെർഷൻ അല്ലേ. അപ്പോ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞു, അല്ല രാഹുൽ ഗാന്ധിയാണ് കോൺഗ്രസിന്റെ BJP-ന്റെ B ടീം. അപ്പൊ ഇതിന് പിന്നിൽ 2 കാര്യങ്ങളാണ്. ഒന്ന്, അവർക്കറിയാം ജനങ്ങൾ ഇത് ഏറ്റെടുക്കുന്നുണ്ട്, ഈ 2 പാർട്ടിയും രണ്ടല്ല ഒന്നാണ്. രണ്ടാമത്തെ കാരണം, അവർക്ക് മനസ്സിലാവുന്നുണ്ട് പണ്ട് കാലത്തെ ഇലക്ഷന് പോലെ മുസ്ലിം സഹോദര സഹോദരിമാരും ഇവരെ രാഷ്ട്രത്തിന്റെ ഇരകളാവാൻ അവർക്കും താല്പര്യമില്ല. അതിനുവേണ്ടി ഒരു പ്രചരണം നടത്തുന്നു. അതിന്റെ ഭാഗമായി ഈ CPM കോൺഗ്രസ് രണ്ടല്ല ഒന്നാണ്. അതിന്റെ ഭാഗമായി എനിക്ക് കുറച്ച് തെളിവ് മുമ്പോട്ട് വെക്കാൻ എനിക്കൊരു ആഗ്രഹമുണ്ട്, ഞാൻ വെക്കും. നമ്മൾക്ക് എല്ലാവർക്കും അറിയാം, ഇന്നും ഓർമ്മയുണ്ട്, ഈ ഇന്ത്യ രാജ്യത്തിൽ ഏറ്റവും ഭീകരമായ അഴിമതി നടന്നത് 2004 മുതൽ 2014 UPA സർക്കാരായിരുന്നു, കോൺഗ്രസിന്റെ സർക്കാരായിരുന്നു. കോൾഗേറ്റ്, 2G സ്കാം, കോമൺവെൽത്ത് സ്കാം, ഇതെല്ലാം നടന്നത് 2004 മുതൽ 2009 വരെ. ഫാർമേഴ്സ് ലോൺ സ്കാം നടന്നത് 2004 മുതൽ 2009 വരെ. ഈ കോൺഗ്രസ് പാർട്ടി ഭരിക്കുന്നത് ആരുടെ പിന്തുണയായി ഉണ്ടായിരുന്നു 2004 മുതൽ 2009 വരെ? ഓർമ്മിക്കണം. CPM ആയിരുന്നു കോൺഗ്രസിന്റെ പാർട്ട്ണർ 2004 മുതൽ 2009. ഇത് മറക്കരുത്, ഞാൻ മറക്കാൻ സമ്മതിക്കില്ല. അപ്പോൾ ഇന്ന് ആരാണ് ആരുടെ B ടീം എന്ന് ഒരു സാധാരണ മലയാളിയോട് ചോദിച്ചാൽ, ഇവ തുടക്കമാണ്. പിന്നെ
കേരളത്തിന്റെ രാഷ്ട്രീയത്തെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. 10 കൊല്ലം പ്രതിപക്ഷ പാർട്ടിയായിരുന്നു കോൺഗ്രസ് പാർട്ടി, ഭരിക്കുന്ന പാർട്ടിയായിരുന്നു CPM. എല്ലാം ശരിയാവുമെന്ന വാഗ്ദാനം കൊടുത്ത് മാൻഡേറ്റ് കിട്ടിയ പാർട്ടിയായിരുന്നു CPM. ഒന്നും ശരിയായില്ല. പക്ഷേ ഓരോരോ കൊല്ലം 10 കൊല്ലത്തിൽ ഈ ബഡ്ജറ്റിന്റെ സമയത്ത് ഡിമാൻഡ് ഫോർ ഗ്രാന്റ്സ് വരുമ്പോൾ പ്രതിപക്ഷ പാർട്ടി എന്തെങ്കിലും പറഞ്ഞോ? കഴിഞ്ഞ 10 കൊല്ലം ഞാൻ വായിച്ചു പഠിച്ചിട്ടുണ്ട്. ഒരു ചുക്കും പറഞ്ഞില്ല. അപ്പൊ എന്തുകൊണ്ട്? കാരണം CPM കോൺഗ്രസ് രണ്ടല്ല ഒന്നായിരുന്നു കഴിഞ്ഞ 10 കൊല്ലം. UDFന്റെ N ശക്തൻ നേമം മണ്ഡലം ജയിച്ചത് 50.7% വോട്ട് ഷെയർ ഉണ്ട്. 2011 5 കൊല്ലം കഴിഞ്ഞിട്ട് UDFന്റെ വോട്ട് ഷെയർ 17%. ബാക്കി എവിടെ പോയി? കോൺഗ്രസ്, UDF, CPMന്റെ ശിവൻകുട്ടീനെ ജയിപ്പിക്കാൻ മൊത്തം വോട്ട് ട്രാൻസ്ഫർ ചെയ്തു 2011. ആരാണ് ആദ്യ ബി ടീം? 2016 കോൺഗ്രസിന്റെ വോട്ട് ഷെയർ, നേമം മണ്ഡലത്തിൽ വോട്ട് ഷെയർ 9.7%. എന്തായിരുന്നു 2006? 50.7%. 2011 ശിവൻകുട്ടീനെ ജയിപ്പിക്കാൻ 17.38. 2016 9.7%. സുരേന്ദ്രൻ പിള്ളയെ തോൽപ്പിച്ചു. ശിവൻകുട്ടീനെ ജയിപ്പിക്കാൻ നോക്കി, പക്ഷെ ജനങ്ങൾ O രാജഗോപാലിനെ ജയിപ്പിച്ചു. അതേപോലെ തന്നെ 2021 ഇതേ ക്രോസ് വോട്ടിംഗ് K മുരളീധരനെ തോൽപ്പിക്കാൻ കോൺഗ്രസ് ചെയ്തു. 100% ഇല്ല. അത് ചെയ്യട്ടെ. നിങ്ങൾ എന്തിനാ ഇവിടെ അത് അഡ്ജുഡിക്കേറ്റ് ചെയ്യുന്നത്? അത് കോർട്ടിൽ പോട്ടെ. നിങ്ങൾ എന്തിനാണ് ഇവിടെ? എനിക്ക് അതിൽ താല്പര്യമില്ല. നിങ്ങൾ ചോദിക്കുന്നു, ഞാൻ ഉത്തരം തരുന്നു. അവരല്ല ചോദിക്കുന്നത്. അത് നിങ്ങൾ റിപ്പോർട്ട് ചെയ്താൽ മതി. അവര് ചോദിക്കുന്ന ചോദ്യം കോർട്ട് വഴി, ഇലക്ഷൻ കമ്മീഷൻ വഴി അവർ അന്വേഷിക്കട്ടെ. അല്ല ഞാനൊരു വിഡ്ഢിയാണോ? നോക്കൂ. അല്ല, നിങ്ങൾ എന്നെ കാണുമ്പോൾ വിഡ്ഢിന്റെ ഒരു സൈൻ നിങ്ങളുണ്ടോ അവിടെ? ഞാൻ താമസിക്കുന്ന വീട് ഞാൻ ഒളിച്ചു വെക്കാൻ പോവാണോ? ഇത് എന്താണ് നിങ്ങൾ പറഞ്ഞത്? ഇവരെ നോക്കൂ, ഞാൻ ഇത് ഏറെ റെസ്പോൺസിബിലിറ്റി പറയാണ്. ഇതൊരു വിഡ്ഢിത്തരമാണ്. ഞാൻ ഒരു കുറച്ചൊരു അക്കംപ്ലിഷ്ഡ് ആളാണ്. എത്ര കൊല്ലമായിട്ട് കുറച്ച് അനുഭവമുള്ള ഒരാളാണ്. മാറ്റി വെക്കട്ടെ. അത് എല്ലാവരുടെയും കുറെ നോമിനേഷൻ ഫോം മാറ്റി വെച്ചിട്ടുണ്ടല്ലോ. കാരണം ഞാൻ മനസ്സിലാക്കുന്നത്, എനിക്കറിയില്ല, പരാതി വരുമ്പോ അത് ഇലക്ഷൻ കമ്മീഷന്റെ ഉത്തരവാദിത്വമാണ് പരാതി ഇൻസ്പെക്ട് ചെയ്യാൻ നോക്കാൻ. അവർ നോക്കട്ടെ. എന്താണ് നിങ്ങൾ ചോദ്യം ചോദിച്ചാൽ കൃത്യമായി ചോദിച്ചാൽ ഞാൻ പറയാം. അങ്ങനെ ഭൂമി ഇല്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. ആ ഭൂമി, ആ വീട് എന്റെ അല്ല, ഒരു കമ്പനീന്റെ ആണ് എന്ന് ഞാൻ കൃത്യമായി ഇന്ന് ക്ലാരിഫൈ ചെയ്യുന്നു. പോരെ? അല്ല, വീടുണ്ട്, നല്ല വീടുമാണ്. ഞാൻ വളരെ സ്നേഹത്തോട് ഉണ്ടാക്കിയൊരു വീടുമാണ്. അതെല്ലാം കറക്റ്റാ. പക്ഷെ ആ വീട് എന്റെ പേരിലല്ല. അതാണ് പോയിന്റ്.